നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. നിഫ്റ്റി എവിടെയാണോ ഓപ്പൺ ആയത് അവിടെ തന്നെ ക്ലോസ് ചെയ്യുന്നൊരവസ്ഥ. അത് തന്നെയാണ് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിച്ചത്. RBI വലിയ പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ലോണിൻ്റെ നോംസ് എല്ലാം തന്നെ വർദ്ധിപ്പിച്ചത്. PSU ബാങ്കുകളിൽ വലിയ തോതിൽ സെൽ ഓഫ് നടന്നു. 1,00,000 കോടി മാർക്കറ്റ് ക്യാപ്പെല്ലാം തന്നെ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് PSU ബാങ്കുകളിൽ നിന്ന് കുറഞ്ഞു. പ്രൈവറ്റ് സെക്ടർ ബാങ്കും ഒരു നെഗറ്റീവ് മൂഡിൽ തന്നെയാണ്. അപ്പോൾ മാർക്കറ്റിന് മുന്നോട്ട് പോകാനായിട്ട് ഈ 2 സെക്ടറിൻ്റെയും സഹായം വേണം. അതല്ലെങ്കിൽ മാർക്കറ്റിനെ ത്രസിപ്പിക്കുന്ന ഏതെങ്കിലും വലിയ ഇൻഡെക്സ് ഹെവി വെയ്റ്റ് കമ്പനീൻ്റെ റിസൾട്ട് വേണം. അതും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി അതുമാത്രമല്ല, FIs ഹ്യൂജ് സെല്ലേഴ്സ് ആയിരുന്നു ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ. കൃത്യമായിട്ടുള്ള ഫിഗർ ഞാൻ പറയാം. ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് 3:30 ക്ലോസ് ചെയ്തതിന് ശേഷം ഈവൻ ഗിഫ്റ്റ് നിഫ്റ്റിയും വളരെ വലിയ തോതിൽ വോളറ്റൈലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നിൽക്കുന്നത് ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ അതേ റേഞ്ചിൽ തന്നെയാണ്. കൂടാതെ തന്നെ ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആമസോണിൻ്റെ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ കമ്പനിയിലുള്ള ആമസോണിൻ്റെ സ്റ്റേക്ക് ഹെവി ആയിട്ട് സെല്ല് ചെയ്തു എന്നുള്ളൊരു ന്യൂസ്. കൂടാതെ ഇൻറ്റൽ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാണ കമ്പനിയുടെ ടാർജറ്റ് ഒരു ബ്രോക്കറിംഗ് സ്ഥാപനം കുറച്ചു എന്നുള്ള ഒരു ന്യൂസ്. ആപ്പിളിൻ്റെ ടോപ്പ് ഡിസൈനർ റിസൈൻ ചെയ്യുമെന്ന് അദ്ദേഹം കമ്പനീനെ അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ വേറൊരു ഡിസൈനർ റിസൈൻ ചെയ്തിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കില്ല എന്ന് നമുക്ക് തോന്നുമെങ്കിൽ കൂടിയും ഇതൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനീസാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും US മാർക്കറ്റിനെ ബാധിച്ചാൽ അതുവഴി ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിക്കും. പക്ഷേ ഒരു കാര്യമാണ് നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉള്ള ഒരു കാര്യം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇന്ത്യ വിക്സ് വലിയ തോതിൽ സ്പൈക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഇന്ത്യ വിക്സിൻ്റെ ആ ഒരു അഗ്രസീവായിട്ടുള്ള ആ ഒരു മുന്നോട്ടുള്ള ചലനത്തിന് ചെറിയൊരു പോസ് വന്നിട്ടുണ്ട്. ഇന്നലെയും ഇന്ത്യ വിക്സ് 0.4% സ്പൈക്കാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ കൂടിയും 5%, 6% ഒന്നും സ്പൈക്കായിട്ടില്ല. അതായത് ആ ഒരു അഗ്രസീവായിട്ടുള്ള ഒരു മൂവ്മെൻറ്റിന് ഒരു ശമനം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഉള്ള ഒരു കാര്യം. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് വരാം. ഇതാണ് ഇപ്പോൾ കാണുന്ന ഒരു സ്റ്റോറി. ഏഷ്യൻ മാർക്കറ്റിൻ്റെ കാര്യത്തിലേക്കൊക്കെ നമുക്ക് കിടക്കാം. ഇനി അതിനു മുമ്പ് ഇന്നത്തെ ലൈം ലൈറ്റുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുകയാണെങ്കിൽ L&T റിസൾട്ട് 10% ഉയർന്ന് 4,396 കോടി രൂപ കരസ്ഥമാക്കി. 28 രൂപ പെർ ഷെയറിന് ഡിവിഡൻഡ് കുറത്തു. ബാങ്ക് ഓഫ് ബറോഡയെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, RBI ബാങ്ക് ഓഫ് ബറോഡയുടെ BOB എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിലൂടെ കസ്റ്റമറെ പുതിയതായിട്ട് ഓൺബോർഡ് ചെയ്യുന്നത് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റെസ്ട്രിക്ഷൻ മാറ്റി എന്നുള്ള ഒരു ഗുഡ് ന്യൂസ് ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് ഉണ്ട്. ടാറ്റ പവർ നെറ്റ് പ്രോഫിറ്റ് 15% ഉയർന്നു. ഡിവിഡൻഡ് 2 രൂപ കൊടുക്കുന്നുണ്ട്. TVS മോട്ടേഴ്സ് നെറ്റ് പ്രോഫിറ്റ് 18% ഉയർന്നു. TVS മെട്രോ പിരമൽ എൻ്റർപ്രൈസസ് കമ്പനിയാണ്. അവിടെ ഒന്ന് ചേഞ്ച് ആകട്ടെ. പിരമൽ എൻ്റർപ്രൈസസ് കമ്പനി അവർ നെറ്റ് പ്രോഫിറ്റ് 137 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ 195 കോടി രൂപ ലോസിൽ നിന്നാണ് കമ്പനി പ്രോഫിറ്റ് ആയിട്ടുള്ളത്. BSE കമ്പനി നെറ്റ് പ്രോഫിറ്റ് 20% ഉയർന്ന് 106 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂവും 544 കോടി രൂപയിലേക്ക് ഉയർന്നു. കമ്പനി 15 രൂപ പെർ ഷെയറിന് ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. സുല വൻയാർഡ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 5% ഇടിഞ്ഞ് 13 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. ഗോദ്രേജ് അഗ്രോവിറ്റ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 65 കോടി രൂപയിലേക്ക് ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ 23 കോടി രൂപയാണ് ഉണ്ടായിരുന്നത്. കൂടാതെ തന്നെ കമ്പനി ഡിവിഡൻഡ് 10 രൂപ പ്രഖ്യാപിച്ചു. ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനെറ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 22% ഉയർന്നിട്ടുണ്ട്. കൽപാത്രു പ്രൊജക്റ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 20% ഉയർന്നിട്ടുണ്ട്. 8 രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ബജാജ് കൺസ്യൂമർ കെയർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 12% കുറഞ്ഞു എങ്കിൽ കൂടിയും കമ്പനി ഷെയർ ബൈബാക്ക് പ്രഖ്യാപിക്കുന്നുണ്ട്. അതും ഇന്നലത്തെ ക്ലോസിംഗ് പ്രൈസിൽ നിന്ന് 11% ഉയർന്ന രീതിയിലാണ് കമ്പനി ടെൻഡർ ഓഫറിലൂടെ അവരുടെ ഷെയറുകൾ അവർ തന്നെ നമ്മുടെ ഡിമാറ്റിൽ നിന്ന് വാങ്ങുന്നത്. ഹോം ഫസ്റ്റ് ഫിനാൻസ് കമ്പനി ഇവരുടെ ലോൺ ഡിസ്ട്രിബ്യൂഷൻ 26% ഉയർന്നു. അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 34% ഉയർന്നു. നെറ്റ് പ്രോഫിറ്റ് 30% ഉയർച്ച കമ്പനി കൈവരിച്ചു. NBCC കമ്പനി 400 കോടി രൂപയുടെ ഓർഡർ കിട്ടി. RVNL കമ്പനി അവർക്കൊരു 167 കോടി രൂപയുടെ ഓർഡർ കിട്ടി. കിർലോസ്കർ ഓയിൽ കമ്പനി ഇവർ 78 കോടി രൂപ ലോസിൽ നിന്ന് 149 കോടി രൂപ പ്രോഫിറ്റിലേക്ക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് വർദ്ധിപ്പിച്ചു. വിപ്രോ കമ്പനി
കോഗ്നിറ്റോസ് സോഫ്റ്റ്വെയർ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ളതാണ് ന്യൂസ്. ഇനി ഇന്ന് പ്രധാനമായിട്ടും റിസൾട്ട് വരുന്ന കുറച്ച് കമ്പനി ടാറ്റ മോട്ടേഴ്സ്, ഐഷർ മോട്ടേഴ്സ്, സിപ്ല, ABB ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക്, ആരതി ഇൻഡസ്ട്രീസ്, ദിലീപ് ബിൽക്കോൺ, ഫിനോലെക്സ് ഇൻഡസ്ട്രീസ്, കല്യാൺ ജ്വല്ലേഴ്സ്, ഡോക്ടർ ലൽപത് ലാബ്, പോളി ക്യാബ്, തെർമാക്സ് തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്ന് വരുന്നുണ്ട്. FIs ഹ്യൂജ് സെല്ലേഴ്സ് ആയിരുന്നു. 1669 കോടി രൂപയുടെ സെല്ല് നടത്തി. DIs 5398 കോടി രൂപയുടെ ബൈ നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു. ഇനി നമ്മൾ ഈ ന്യൂസിൽ ഡിസ്കസ് ചെയ്യാത്ത ഇന്നത്തെ ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകൾ, ഇന്നത്തെ FNO ബാൻ, IPO ഡീറ്റെയിൽസ്, ഡിവിഡൻഡ് ഡീറ്റെയിൽസ്, റിസൾട്ട് കലണ്ടർ, അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മുടെ ട്രേഡ് ബഡ്ഡി എന്ന് പറഞ്ഞ നമ്മുടെ വെബ്സൈറ്റായിട്ടുള്ള ബിസ്മെയ്ഡ് ട്രേഡിങ്ങിലെ ട്രേഡിംഗ് ഡിവിഷനിലുണ്ട്. അതിൻ്റെ ഒരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബുക്ക് മാർക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ മാർക്കറ്റ് സമയത്ത് നമ്മൾ ന്യൂസ് ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ അത് നമ്മുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആരും സെർച്ച് ചെയ്യരുത്, സ്പാം ഗ്രൂപ്പിലേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെട്ടേക്കാം. നേരെ ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് പരിശോധിക്കാം. ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക് ഫ്ലാറ്റിലടച്ചു, ഡോ ജോൺസ് പോസിറ്റീവായിരുന്നു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവിലടച്ചു. ഇന്ത്യ വിക്സ് പോസിറ്റീവ് ആണെങ്കിൽ കൂടിയും 0.43% മാത്രമാണ് സ്പൈക്ക് ആയുള്ളൂ. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ഒരു ഫ്ലാറ്റാണ്. നമ്മൾ നേരത്തെ US മാർക്കറ്റിൽ നിന്ന് അത്ര നല്ല ന്യൂസ് അല്ല കേട്ടത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും ഫ്ലാറ്റാണ്, പ്രത്യേക ഡയറക്ഷനൊന്നും കാണിക്കുന്നില്ല. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിനും 1000 പോയിന്റ് ഇടിഞ്ഞ് നിൽക്കുകയാണ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ റിലയൻസ് GDRലാണ്, പക്ഷേ റിലയൻസ് പോസിറ്റീവായിരുന്നു. ഡോക്ടർ റെഡ്ഡി, ടാറ്റ മോട്ടോഴ്സൊക്കെ ഫ്ലാറ്റായിരുന്നു. മറ്റുള്ള സ്റ്റോക്കുകൾ HDFC ബാങ്കൊക്കെ എല്ലാം തന്നെ 1.34% ഒരു ഫോൾ ഉണ്ടായിട്ടുണ്ട്. എക്സലൻ്റ് മാർക്കറ്റ് അവേഴ്സിൽ 0.5% ഒരു സ്പൈക്ക് ഉണ്ടായി. ഓൾ ടുഗദർ 1% ഫോളിലാണ് HDFC ബാങ്ക് ഉള്ളത്. മറ്റുള്ള ICICIയും വിപ്രോയും ഇൻഫിയും എല്ലാം തന്നെ ഇടിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണുള്ളത്. ഇത് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ചാർട്ടാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഫ്ലാറ്റാണെന്ന്. ഇന്നലെ ക്ലോസിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഇന്നലെ 3:30ക്ക് നമ്മുടെ മാർക്കറ്റിൻ്റെ സമയത്തുള്ള ക്ലോസിംഗ് ആണ്. ഇപ്പോൾ ഉള്ള റേഞ്ച് കാണാം, ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. അതിനിടയിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഉയരാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ വീണ്ടും താഴേക്ക് ഇട്ടു. ഇതാണ് നമുക്ക് കാണുന്ന അവസ്ഥ. നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. അപ്പോൾ നമ്മൾ ഈ ന്യൂസിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ആദ്യം പറഞ്ഞ PSU ബാങ്കുകളുടെയും പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെയും എല്ലാം തന്നെ സപ്പോർട്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റിൻ്റെ മുന്നോട്ടുള്ള ഒരു ഗതിക്ക്. അപ്പോൾ ഇതാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ള ഒരു സിറ്റുവേഷൻ. കുറച്ചുകൂടിയും കോഷ്യസ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മളുടെ ആ ഒരു ട്രേഡ് സെറ്റപ്പ് ഇന്നത്തെ മാർക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുവച്ചിരിക്കുന്ന സ്റ്റോക്ക് മീറ്റ് ചെയ്തില്ല എന്ന് കരുതുക. ട്രേഡ് ചെയ്യേണ്ട. നമ്മളൊരു ട്രേഡ് നടത്തി അതിൽ കുടുങ്ങി പോകുന്നതിനും നല്ലതല്ലേ ട്രേഡ് ചെയ്യാതിരിക്കുന്നത്. ട്രേഡ് ചെയ്യാതിരിക്കുന്നതും ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയ പോലെയാണ്. കാരണം ഒരു ട്രേഡിൽ നമ്മൾ എൻ്റർ ചെയ്താൽ പിന്നെ അതിൽ നിന്ന് ഇറങ്ങി വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളുടെ സെറ്റപ്പ് വന്നു ട്രേഡിൽ എൻ്റർ ചെയ്യുക. മാർക്കറ്റ് കൃത്യമായിട്ട് അവരുണ്ട്, നമ്മുടെ കയ്യിൽ കാശുമുണ്ട്. എത്രയോ എല്ലാ ദിവസവും ഉണ്ടല്ലോ മാർക്കറ്റ്. അപ്പോൾ ഇന്ന് നമ്മളുടെ ട്രേഡ് സെറ്റപ്പ് മീറ്റ് ചെയ്തില്ലെങ്കിൽ വിട്ട് കളയുക, കാത്തിരിക്കുക നല്ലൊരു ട്രേഡ് സെറ്റപ്പ് വരാനായിട്ട്. അതിൽ യാതൊരു തെറ്റുമില്ല. എല്ലാ മൊമെൻറ്റിലും ഇങ്ങനെ ട്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ സ്ക്രീൻ നോക്കി ടെൻഷൻ അടിക്കണം എന്നുള്ള രീതിയല്ല ട്രേഡേഴ്സ് ചെയ്യുന്നത്. വളരെ കുറച്ച് ട്രേഡേഴ്സ് ട്രേഡ് മാത്രം ഇനീഷ്യേറ്റ് ചെയ്യും, നമ്മളുടെ സെറ്റപ്പ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം. അപ്പോൾ അത്തരത്തിൽ മാറ്റാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ നിങ്ങൾ കാണുമ്പോൾ ന്യൂസ് മാത്രം പിക്ക് ചെയ്യാതെ ഔട്ട് ഓഫ് ബോക്സിൽ പറയുന്ന കാര്യങ്ങൾ കൂടി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു.